നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1039th day. Today 47th sloka of Pradhamaskandam, 13th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1039 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ഓം തത്സത്. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. ഓം തത്സത്. തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സ്വദൃക് അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുദാഹ. ഓം തത്സത്. തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സ്വദൃക് അന്തരോനന്തരോ ഭാതി പശ്യതാം മായയോരുധ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തദിദം തത് ഇദം ഭഗവാൻ രാജൻ ഏക ആത്മനാം സ്വദൃക് അന്തരോ അനന്തരോ ഭാതി പശ്യതം മായ ഉരുധ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് രാജൻ, ഹേ രാജാവേ, തത് ഇതം ആ ഇത്, ആത്മനാം ആത്മാക്കളുടെ, ആത്മാവും, സ്വദൃക് സ്വയമേവ പ്രകാശിക്കുന്നവനും, അന്തര ഉള്ളിലുള്ളവനും, അനന്തര പുറത്തുള്ളവനും, ഏകനുമായ ഭഗവാൻ ഈശ്വരൻ തന്നെ, മായ കൊണ്ട്, ഉരുധ ബഹുവായിട്ട്, ബാധി ശോഭിക്കുന്നു, തം അവനെ, പശ്യ കണ്ടാലും. അതായത് അജ്ഞാന നിമിത്തം ഉണ്ടാകുന്ന ദുഃഖത്തെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ് അനേകം ശ്ലോകങ്ങളിലായിട്ട് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നാരദർ ധർമ്മപുത്രരോട് വീണ്ടും പറയുകയാണ്. ഈ ലോകത്തുള്ള സർവസ്വവും, ഉള്ളിൽ വിളങ്ങുന്നതും പുറത്ത് കാണുന്നതും, തിന്നുന്നവനും തിന്നപ്പെടുന്നവനും മറ്റ് ഭക്ഷിക്കപ്പെടുന്നവനും ഏകനായിരിക്കുന്നവനും എല്ലാം സർവസ്വവും ആ ഏകസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ്. അത് മനസ്സിലാക്കുക. എല്ലാം ഭഗവാന്റെ ആ ശക്തിയായിട്ടുള്ള, മായ കൊണ്ട് സ്വശക്തിയായിട്ടുള്ള, സ്വന്തമായിട്ട് വിളങ്ങുന്ന, സ്വന്തമായിട്ടുണ്ടായിട്ടുള്ള ആ ഭഗവാന്റെ മായ കൊണ്ടുണ്ടാകുന്നതാണ് സർവസ്വവും. ആ ബഹുരൂപനായിട്ട് പ്രകാശിക്കുന്നത് ഭഗവാൻ തൻ്റെ സ്വമായ കൊണ്ടാണ്. അത് കണ്ട് മനസ്സിലാക്കിയാലും ഏകനായിരിക്കുന്ന ആ പരമാത്മാവിനെ സൂക്ഷിച്ച് അറിഞ്ഞുകൊള്ളുക. നന്നായി നോക്കി മനസ്സിലാക്കുക. കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ നന്നായി ആ ഭഗവാന്റെ സ്വരൂപത്തെ, എല്ലാം ഭഗവത് സ്വരൂപമാണ്, ഒന്നിനും ഒരു മാറ്റവുമില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ രക്ഷകൻ, രക്ഷിക്കുന്നവൻ, എന്നാൽ രക്ഷിക്കപ്പെടുന്നവൻ, ഞാനില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട്, രാജധാനിയിൽ നിന്നും പോയാൽ അവർ കഷ്ടപ്പെടും എന്നിങ്ങനെയുള്ള ചിന്തകൾ ഒന്നും ഉണ്ടാവുകയില്ല. എന്തെന്നാൽ ഞാൻ തന്നെ ആ ഭഗവാന്റെ സ്വരൂപമാണ്, അവരും ആ ഭഗവാന്റെ സ്വരൂപമാണ്, എല്ലാം ആ ഭഗവത് സ്വരൂപമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ, എൻ്റേത്, എന്നാൽ എന്നുള്ള ആ 7 വിഭക്തികളും ഇല്ലാതായി തീരും എന്ന് പറയുകയാണ് നാരദ മഹർഷി ധർമ്മപുത്രരോട്. ധർമ്മപുത്രർ തൻ്റെ അച്ഛനമ്മമാർ വീട് വിട്ടു പോയതിൻ്റെ ദുഃഖത്തിലാണ് ഉള്ളത്. ധൃതരാഷ്ട്രയും ഗാന്ധാരി ദേവിയും മറ്റ് വിദുരരുമൊക്കെ എങ്ങനെയുണ്ടാവും, ഞങ്ങളില്ലാതെ അവർ കഷ്ടപ്പെടുന്നുണ്ടാവുകയില്ലേ, രാജധാനി വിട്ടുപോയവർക്ക് വളരെയേറെ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ലേ എന്നൊക്കെ ചിന്തിക്കും. ഞാനവരെ രക്ഷിക്കേണ്ടവനാണ്,
അവർ ഇവിടെ നിന്നും പോയാൽ എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ അവർ ദുഃഖം അനുഭവിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുകയാണ് ധർമ്മപുത്രർ. അതുകൊണ്ടാണ് എന്നെ വിഷമത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ഒരു മാർഗം പറഞ്ഞു തന്നാലും എന്ന് നാരദരോട് അപേക്ഷിക്കുന്നത്. ആ അപേക്ഷിച്ചപ്പോൾ നാരദർ പറയുന്ന മറുപടിയാണ് നാം അനേകം ശ്ലോകങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും മഹത്തായ ഉപദേശങ്ങളാണ് നാരദർ നൽകുന്നത്. എല്ലാം ഭഗവത് സ്വരൂപവും എല്ലാം ഭഗവാന്റെ ഇച്ഛയും എല്ലാം ഭഗവാനാൽ തന്നെ ഉണ്ടാകും. ഞാനിന്നൊന്നില്ല, ഈ ശരീരവും ഇതും എല്ലാം നിലനിൽക്കുന്നത് ആ ഭഗവാനിലാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ തന്നെയാണ് സർവരെയും നടത്തിക്കൊണ്ടു പോകുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മായാമോഹവും ഉണ്ടാവുകയില്ല, ഒരു തരത്തിലുള്ള വിഷമങ്ങളും നമ്മളെ ബാധിക്കുകയില്ല. എല്ലാം ആ ഭഗവാൻ. അത് മനസ്സിലാക്കൂ, നന്നായി നോക്കിക്കണ്ട്, സൂക്ഷ്മമായി നോക്കിക്കണ്ട് മനസ്സിലാക്കൂ എന്ന് പറയുകയാണ് നാരദർ. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സ്വദൃക് അന്തരോനന്തരോ ബാധി പശ്യതം മായയോരുധാഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.